എന്നോട് അങ്ങോട്ട് ചെല്ലാൻ. ശരി. മേഡം, ഞാൻ അടി ഉണ്ടാക്കാനൊന്നും വന്നതല്ല. നിങ്ങളുടെ പ്രമാണം തിരിച്ചു തന്നേക്ക്. അതിന്റെ പലിശയും കൂടി ചേർത്തല്ലേ എന്റെ അമ്മ പണം തിരിച്ചടിച്ചേ. പിന്നെ എന്നിട്ട് എന്തിനാ ഞങ്ങളെ പ്രമാണം ഇവിടെ പിടിച്ചു വെച്ചിരിക്കുന്നത്? ആര് പറഞ്ഞടി പലിശയും പണമൊക്കെ തിരിച്ചടിച്ചത്? ആരെങ്കിലും പറയണോ? ഞങ്ങൾക്ക് അറിയാലോ. എന്റെ മുന്നിൽ നിന്ന് ഇങ്ങനെ സംസാരിക്കുന്നത് എനിക്ക് ഇത്രക്ക് ധൈര്യോ? എന്തിനാ മേഡം വെറുതെ ദേശീയ വിദേശമൊക്കെ? അതിന് തന്നേക്ക്, ഞങ്ങളത് വാങ്ങിയിട്ട് പോയിക്കോളാം. ഞങ്ങൾ പണം അടിച്ചതല്ലേ, പിന്നെ നിങ്ങൾക്ക് തന്നതിന്. മോളെ ഇങ്ങോട്ട് വാ. എന്താ അമ്മേ? മോളെ ഇവളെ തന്നെയാണ്. അവളെ നീ ഒന്ന് നോക്കിക്കേ. അതെ അമ്മേ, ഇവളെ തന്നെയാ. മോൾ അകത്തേക്ക് ചെല്ലേ. മോളെ നീ ഒന്നും ചെയ്യണ്ട, ചെയ്യേണ്ടതൊക്കെ അമ്മ ചെയ്തോളാം. മോളെ ചെല്ലേ. ശരി അമ്മേ. മേഡം എന്നോട് ക്ഷമിക്കണം, ചെയ്തതൊക്കെ തെറ്റ് തന്നെയാ, പറ്റിപ്പോയി. തേപ്പേണ്ടേ നോക്ക്, വെറുതെ ഇവിടെ നിന്ന് ചെലക്കാൻ നിൽക്കണ്ട. നീ പോവാ നോക്ക്. ഇവിടെ പോലീസും കോടതി ഉണ്ടോ എനിക്കൊന്നും അറിയണല്ലോ. ആന്റി പറഞ്ഞതൊക്കെ മോൾ അപ്പത്തേക്ക് വിശ്വസിച്ചോ? മനസ്സിലായില്ല? ഇത്ര ധൈര്യമുള്ള പെൺകുട്ടികളെ ഞാൻ കണ്ടിട്ടേ ഇല്ല. നിന്റെ ജീവിത സാഹചര്യം നിന്നെ ആക്കിയതെന്ന് എനിക്കറിയാം. നിന്നോട് കേറ്റുമുട്ടാൻ നിന്നാ പിന്നെ ദൈവം എന്നോട് ക്ഷമിക്കോ മോളെ. നിന്റെ ആധാരോ പ്രമാണോ എന്താന്ന് വെച്ചാൽ ഞാൻ തിരിച്ചു തരാം. നീ മിണ്ടാതിരിക്കും മാധവ, ഞാൻ തീരുമാനിച്ചു കഴിഞ്ഞു. മോളി ആന്റിയോട് ക്ഷമിക്കണം. മോളിങ്ങോട്ട് വാ. നന്ദിയുണ്ട് ആന്റി. മോളി ആന്റിയോട് ക്ഷമിക്കണം മോളെ. ഞാൻ ക്ഷമിച്ച. ക്ഷമിക്കില്ലേ മോളെ ഈ ആന്റിയോട്? മോളെ ഈ ആന്റിയോട് ക്ഷമിക്കില്ലേ നീ? ശരി മാഡം. എന്തായിരുന്നു ഇവളുടെയൊക്കെ നെകളിപ്പ്? കിടക്കടി അവിടെ. അമ്മേ എന്താ ആലോചിക്കുന്നേ? മോളെ ഇത്ര സമയത്ത് മീനുവിന്റെ ഒന്നും അറിയുന്നില്ലല്ലോ. അവളെന്താ വരാത്തെ? അമ്മ എനിക്ക് ടെൻഷൻ ആവുന്നു. അവളുടെ കാര്യം ഓർക്കുമ്പോ നമുക്ക് രണ്ടാക്കും കൂടെ അങ്ങോട്ടൊന്ന് പോയാലോ? അമ്മേനോടും മക്കളോടും ഞാൻ പറഞ്ഞതാ, വയ്യ വേലി പിടിച്ച് തലയിൽ വെക്കരുതെന്ന്. ഇനി എന്ത് ചെയ്യാനാ ദൈവമേ? മുത്തശ്ശിയൊന്നും മിണ്ടാതിരിക്ക. ഓ നമ്മളൊന്നും പറയുന്നില്ലേ, നമ്മളെന്തായാലും പറഞ്ഞതാണല്ലോ തെറ്റ്. മോളെ നേരെ ഒരുപാട് ഇരുട്ടി, നമുക്കത് പോയി നോക്കിയാലോ? ശരി അമ്മേ വാ. അമ്മേ വാതിൽ നന്നായി അടച്ച, ഞങ്ങളിപ്പോ പോയിട്ട് എവിടെയെങ്കിലും പോയി തോലേ. മോളെ വാ. അമ്മയും മോളും കൂടി വന്നിട്ടുണ്ട്. മറ്റോളെ തെരഞ്ഞ് ആർക്കും കൂടി നീ വേണ്ടത് കൊടുക്ക്. എല്ലായിടത്തിനെയും ഒന്നിച്ച് കത്തിക്കണം. അങ്ങനെ തന്നെ ആവട്ടെ. നീ എവിടെ നിൽക്ക്, ഞാൻ പോയി വാതിൽ ഓർന്നോളാം. ബാക്കി നീ ഏറ്റോ. അല്ല ഇതാരേ? കൊച്ചമ്മേന്റെ മോള്. അവളോ? അവളുടെ കാര്യത്തിൽ നിങ്ങൾ ഒരു പേടി കുടിക്കണം. അവൾ അകത്തിരുന്ന് ജ്യൂസ് കുടിക്കുന്നുണ്ട്. ഞാൻ നിങ്ങളെ വീടിന്റെ ആധാരമൊക്കെ തിരിച്ചു കൊടുത്തുട്ടോ. കൊച്ചമ്മ പറഞ്ഞ ശരിയാണോ? ഒരുപാട് നന്ദിയുണ്ട് കൊച്ചമ്മേ. അതിനൊന്നും ആവശ്യമില്ല. നിങ്ങളെ മോള് തന്നെ എല്ലാത്തിനും കാരണം. അവൾ എന്റെ മുന്നിൽ എല്ലാ സത്യങ്ങളും തുറന്നു പറഞ്ഞപ്പോ എനിക്ക് സങ്കടമായി. ഞാൻ നിങ്ങളെ ഉപദ്രവിക്കാൻ പാടില്ലായിരുന്നു. എന്നോട് നിങ്ങൾ ക്ഷമിക്കണം. അയ്യോ ക്ഷമയൊന്നും വേണ്ട കൊച്ചമ്മേ. എന്തായാലും കൊച്ചമ്മയ്ക്കെല്ലാം മനസ്സിലായാലും അത് മാത്രം മതി. നിങ്ങൾ ഇവിടെ തന്നെ നിൽക്കാതെ വാ, അകത്തേക്ക് കയറേ. ഇല്ല കൊച്ചമ്മ, പോയിട്ട് കുറച്ച് ധൃതിയുണ്ട്. ഞാൻ പേടിച്ച് ഇങ്ങോട്ടേക്ക് വന്നത്. ഇപ്പൊ എനിക്കൊരു സമാധാനം. മോളൊന്ന് ഇങ്ങോട്ട് വിളിക്കോ? ഇല്ലില്ല, എന്ത് പറഞ്ഞിട്ട് കാര്യമില്ല. അകത്തേക്ക് വാ, ജ്യൂസ് ഒക്കെ കുടിച്ചിട്ട് ഇവിടുന്ന് പോയാ മതി. ഈ കൊച്ചമ്മേന്റെ ഒരു കാര്യം ശരി, ഞങ്ങൾ വരാം. മുളയുടെ വാടി, കൊച്ചമ്മ വിളിക്കുന്നതാണെന്നില്ലേ? ശരി അമ്മേ, വരാം. വാ വാ, രണ്ടാളും വാ. രണ്ടാളും വാ. ദാ കൊച്ചമ്മ വരുന്നു, വാ മോളെ.
അല്ല കൊച്ചമ്മ ഇതുവരെ മോളെ കണ്ടില്ല. അതല്ലേ ഞാൻ പറഞ്ഞ അവൾ അകത്തിരുന്ന് ജ്യൂസ് കുടിക്കാൻ. നിങ്ങൾ അങ്ങോട്ടേക്ക് വാ. ജ്യൂസ് കുടിക്കാലേ? ശരി കൊച്ചമ്മ വാ. വാ, അവള് കുടിച്ച് കഴിഞ്ഞിട്ടില്ല. നിങ്ങൾക്ക് ഒന്നിച്ച് കുടിക്കാലേ. വാ. ശരി ശരി കൊച്ചമ്മ ഇതാ വരുന്നു. കൊച്ചമ്മ എവിടെ എന്റെ മോളെ? അവളല്ലേ കിടക്കുന്നേ? അമ്മേനെ പൊന്ന മോളെ. അമ്മേനെ കുട്ടാ ഇടിക്കട. എന്താണ് പറ്റിയത് നിനക്ക് മോളെ? അമ്മയും മോളെ ഒരു കുശലം പറഞ്ഞിരിക്കും. ഞാൻ ഇപ്പൊ വരെ. മോളെ എനിക്ക് മോളെ അമ്മേനെ മോളെ ഇടിക്കുന്നതിന് എന്താണ് പറ്റിയ? പറയ്, നിങ്ങൾ എന്താ എന്റെ അനിയത്തി ചെയ്ത് പറയ്. അയ്യോ എന്റെ മോളെ, നിങ്ങളെ ഞാൻ വെറുതെ വിടില്ല. എന്നെ ചതിക്കായിരുന്നില്ലേ നിങ്ങളെ? അത് നിനക്ക് ഇപ്പോഴാണ് മനസ്സിലായത്. നിങ്ങളെ ഞാൻ വെറുതെ വിടില്ല. ഈ നാട്ടിൽ പോലീസ് കോടതിയൊക്കെ ഉണ്ടല്ലോ. എന്റെ മോക്ക് എന്താ പറ്റിയത് എനിക്ക് മനസ്സിലാവുന്നില്ലല്ലോ. നിങ്ങൾക്ക് ഞാൻ കാണിച്ചു തരാം. നിങ്ങളെ ഞാൻ വെറുതെ വിടില്ല. നിങ്ങൾ നോക്കിക്കോ. നിങ്ങൾ അനുഭവിക്കും. നിങ്ങൾ അനുഭവിക്കും. നിങ്ങൾ നോക്കിക്കോ. വെറുതെ വിടില്ല ഞാൻ നിങ്ങളെ. മക്കളെ മക്കളെ. എടാ ആ നടുവിലത്തെ അവളുടെ ബോധം കുറച്ച് പോരണ്ട. അവൾക്ക് ഇട്ടൊന്ന് കൊടുക്ക്. ശരി കൊച്ചമ്മ. കൊച്ചമ്മ ഇവരൊക്കെ എന്താ ചെയ്യണ്ടേ? എല്ലാത്തിനെയും വലിച്ചു ഇവിടുത്തെ കുഴിച്ചിട്ട് ആ സ്റ്റോർ റൂമിലേക്ക് കൊണ്ടുപോവാ. ശരി കൊച്ചമ്മ. എടാ ഇവിടെ കുഴിക്ക്. ശരി മാഡം.